കേരളത്തിലെ പ്രകൃതിരമണീയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മൂന്നാറിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മാട്ടുപ്പെട്ടിക്ക് സമീപം ദാരുണമായ വാഹന അപകടം. തമിഴ്നാട്ടിൽ നിന്ന് വിനോദയാത്രയ്ക്കെത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ജീപ്പ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും അതിലൊരാളുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. സുരക്ഷിതമായി പൂർത്തിയാക്കേണ്ടിരുന്ന ഒരു വിനോദയാത്രയാണ് നിമിഷം നേരം കൊണ്ട് ദുരന്തമായി മാറിയത്. ഇന്ന് രാവിലെയായിരുന്നു മൂന്നാർ മാട്ടുപ്പെട്ടിക്ക് സമീപം അപകടം നടന്നത്. മൂന്നാറിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ മാട്ടുപ്പെട്ടി ഡാമിനും തേയിലത്തോട്ടങ്ങൾക്കും സമീപമുള്ള മലയോര പാതയിൽ വെച്ചാണ് വിദ്യാർത്ഥികളുടെ സംഘം സഞ്ചരിച്ച ജീപ്പ് നിയന്ത്രണം വിട്ടത്. അപകടമുണ്ടായ ഉടൻ തന്നെ സമീപവാസികളും അതുവഴി വന്നവരും രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തി. വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന ജീപ്പ് അപ്രതീക്ഷിതമായി റോഡിൽ നിന്ന് തെന്നിമാറി സമീപത്തെ ആഴമുള്ള താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ജീപ്പ് മറിഞ്ഞതോടെ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികൾ പരിഭ്രാന്തരായി. ആകെ 8 വിദ്യാർത്ഥികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പ്രാദേശിക സഹായത്തോടെയാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളെ താഴ്ചയിൽ നിന്നും പുറത്തെത്തിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 4 കുട്ടികളിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ഈ കുട്ടിയെ ഉടൻ തന്നെ അടിയന്തര ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാർ. പരിക്കേറ്റ മറ്റ് 3 കുട്ടികൾ മൂന്നാറിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെങ്കിലും അടുത്ത 48 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരും. അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിലെ തരൂർ എന്ന സ്ഥലത്തു നിന്നുള്ളവരാണ്. സ്കൂളിൽ നിന്നുള്ള വലിയൊരു ടൂർ ഗ്രൂപ്പായിരുന്നു മൂന്നാറിലെത്തിയത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. പ്രധാന ബസ്സുകൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള മൂന്നാറിലെ ഉൾപ്രദേശങ്ങളും വ്യൂ പോയിന്റുകളും കാണുന്നതിനായി വിദ്യാർത്ഥികൾ പ്രാദേശിക ജീപ്പുകളെ ആശ്രയിക്കുകയായിരുന്നു. ഈ താഴ്ചയുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിൽ ഡ്രൈവർക്ക് പിഴവ് പറ്റുമോ എന്നും സംശയം ഉയരുന്നുണ്ട്. മാട്ടുപ്പെട്ടിക്ക് സമീപമുള്ള ഈ പ്രദേശത്തെ റോഡുകൾ കുത്തനെയുള്ള ഇറക്കങ്ങളും മൂർച്ചയേറിയ വളവുകളും നിറഞ്ഞതാണ്. ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ഈ പാതകളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. റോഡിന്റെ സുരക്ഷാ നിലവാരത്തെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപകടം നടന്നയുടൻ പ്രദേശവാസികളും അതുവഴി യാത്ര ചെയ്തവരും നടത്തിയ തക്ക സമയത്തുള്ള ഇടപെടലാണ് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത്. ജീപ്പ് മറിഞ്ഞു കിടന്ന താഴ്ചയിലേക്ക് ഇറങ്ങി കുട്ടികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ അവർ നന്നായി പ്രയത്നിച്ചു. അപകടം സംബന്ധിച്ച് മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജീപ്പ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഡ്രൈവർക്ക് പ്രദേശത്തെ റോഡുകളെക്കുറിച്ച് മതിയായ പരിചയം ഉണ്ടായിരുന്നു എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരിക്കേറ്റ കുട്ടികളുടെ പ്രധാന സംഘം സഞ്ചരിച്ച ബസ്സുകൾ മൂന്നാറിൽ തന്നെ തുടരുകയാണ്. അപകടത്തെ തുടർന്ന് വിനോദയാത്രാ സംഘത്തിന്റെ മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും കടുത്ത ആശങ്കയിലും ദുഃഖത്തിലുമാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെയും വിവരമറിയിക്കുകയും സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജീപ്പിന്റെ അമിതവേഗം, വളവുകളിലെ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ വാഹനത്തിന്റെ സാങ്കേതിക തകരാറുകൾ എന്നിവയാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. റോഡ് മോശമായതും അപകടത്തിന് ഒരു കാരണമായിരിക്കാം. ഗുരുതര പരിക്കേറ്റ കുട്ടിയെ എറണാകുളത്തെ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി ഡോക്ടർമാർ തീവ്ര ശ്രമം നടത്തുന്നു. കുട്ടിയുടെ തലയ്ക്കോ മറ്റ് ആന്തരിക അവയവങ്ങൾക്കോ പരിക്കേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നു.